ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയാലോ. ദാൽ തടക്കയും ജീര റൈസും. ഈ ഹോട്ടലിൽ ധാബയിലൊക്കെ കിട്ടുന്ന അടിപൊളി ഐറ്റമാണ്, നല്ല ടേസ്റ്റാണ്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാറ്. ആദ്യം തന്നെ പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ട് വേവിക്കണം. അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം. നന്നായി വേവണത്, നന്നായി വെന്തിട്ട് നല്ല കുഴമ്പ് രൂപത്തിലാവണം. പരിപ്പ് വേവുമ്പോഴേക്കും നമുക്ക് റൈസ് റെഡിയാക്കാം. നല്ല ചെറിയ അരിയാണ് എടുത്തിരിക്കണേ, നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കണ അരി. വെള്ളം ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഉപ്പും കുറച്ച് നെയ്യും ഇടുക. കൂടെ ഈ കഴുകി വൃത്തിയാക്കിയ അരി അതിലേക്ക് ഇടുക. ശ്രദ്ധിക്കേണ്ട കാര്യം, അരി നല്ല വെന്ത് കുഴയരുത്, സാധാ വേവേ പാടുള്ളൂ. പരിപ്പ് നല്ല വെന്ത് കഴിഞ്ഞു, ഈ പരുവത്തിലായിരിക്കണം. ഇനി നമുക്ക് ഇതിൽ തണുക്കാൻ റെഡിയാക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ആദ്യം ഉണക്കമുളക്, ജീരകം, കടുക് ഇതിട്ട് പൊട്ടിക്കണം. അതിൻ്റെ കൂടെ ഒരു 5-6 വെളുത്തുള്ളി ചെറുതായി ഒന്ന് ചതച്ചത് അതിട്ട് അത് ആ എണ്ണയിലേക്ക് ഇടുക. വെളുത്തുള്ളി നല്ല ബ്രൗൺ കളറായി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക് ഇടുക. പച്ചമുളക് എരിവിനനുസരിച്ചിടാം. ഇതിൻ്റെ കൂടെ ഒരു കുറച്ച് കായപ്പൊടിയും ചേർക്കാം. പിന്നെ ദാലിന് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കതിന് ഇതിലേക്ക് കുറച്ച് കശ്മീരി മുളക് പൊടി ഇടാം. ഇതിലേക്ക് പരിപ്പ് വേവിച്ചത് ഒഴിക്കുക. ഇപ്പം ദാൽ തടുക്ക റെഡിയായി കഴിഞ്ഞു. നമ്മൾ തടുക്കിട്ടു. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ചോറ് വെന്തോ നോക്കാം. കുറച്ചും കൂടി ആവാണ്ട്. ദാല് കറി നല്ല തിളച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇടാം. ചോറ് വെന്ത് കഴിഞ്ഞു. നമ്മളത് വെള്ളം വാരാൻ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ജീര റൈസ് ഉണ്ടാക്കാം. എണ്ണ ഒഴിച്ചു. എണ്ണ നല്ല ചൂടായി. ഇനി ഇതിലേക്ക് നമുക്ക് ജീരകം ഇടാം. ജീരകം നല്ല ചൂടായാൽ മതി. ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ചോറ് അതിലേക്ക് ഇടാം. നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ജീര റൈസ് റെഡി ആയിരിക്കണു. ഇതിലേക്ക് അരിഞ്ഞ മല്ലിയില ചേർക്കുക. നല്ല
ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇത് കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും. അതിൻ്റെ കൂടെ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് വല്ലതുണ്ടെങ്കിൽ ഇടുക. ഓക്കെ.